ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അർജുൻ ഓടിച്ച വാഹനത്തെക്കുറിച്ച് സൂചനകൾ ലഭിച്ചില്ല. ടാങ്കർ ലോറിയുടെ ടയർ ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ മൂന്നാം ദിനത്തിലെ തെരച്ചിലിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ലഭിച്ച അസ്ഥിയുടെ ഭാഗം മനുഷ്യന്റേതല്ലെന്നും സ്ഥിരീകരിച്ചു. ലോഹഭാഗം കണ്ടെത്തിയ CP4-ൽ നാളെ തെരച്ചിൽ നടത്തും. ഷിരൂരിൽ നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മൂന്നാം ദിവസം നടത്തിയ തിരച്ചിലിൽ നിരവധി സാധനങ്ങളാണ് കണ്ടെത്തിയത്. പ്രധാനമായും ടാങ്കർ ലോറിയുടെ 4 ടയറുകൾ, അതോടൊപ്പം തന്നെ എഞ്ചിന്റെ തകർന്ന വിവിധ ഭാഗങ്ങൾ, ഇലക്ട്രിക് വൈദ്യുതി HT ലൈനിന്റെ പോസ്റ്റിന്റെ തകർന്ന ഭാഗങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, വസ്ത്രങ്ങൾ, ബാഗുകൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങളാണ് ലഭിച്ചത്. എന്നാൽ അർജുന്റെ ട്രക്കിന്റെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ല. തിരച്ചിൽ നാളെയും തുടരും. ഇന്ന് പ്രധാനമായും നാവികസേന കണ്ടെത്തിയ സ്ഥലത്തായിരുന്നു പരിശോധന നടത്തിയത്. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള മുങ്ങൽ വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കൂടുതലായി തിരച്ചിൽ നടത്തിയിരുന്നില്ല. ഇന്ന് പൂർണ്ണസമയം നാവികസേന കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ വിവിധ സാധനങ്ങൾ കണ്ടെത്തിയത്. ഇതിൽ ഒന്നും തന്നെ അർജുന്റെ ട്രക്കിൻ്റെതല്ല എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. പരിശോധന നാളെയും തുടരും. അതേസമയം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രാ ബാലൻ കൂടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ദ്രാ ബാലന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. അദ്ദേഹം നേരത്തെ ലോഹസാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് പരിശോധന നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. CP4 എന്ന പോയിന്റിൽ. CP4 ഈ പുഴയുടെ നടുവിലായി രൂപപ്പെട്ട മൺതിട്ടയുടെ താഴ്ഭാഗത്താണ്. ഈ താഴ്ഭാഗത്ത് പരിശോധന നടത്തും. ഇവർക്ക് ആവശ്യമായ സഹായം ചെയ്യാനാണെന്ന് താനെത്തിയതെന്ന് ഇന്ദ്രാബാലൻ പറഞ്ഞു. സാങ്കേതിക പരിശോധന നിലവിലില്ല. നേരത്തെ തന്നെ എല്ലാ പരിശോധനകളും ഐബോർഡ് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് പൂർത്തിയാക്കിയതാണ്. അതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് സഹായം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും CP4 കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. അതേസമയം ഈ കണ്ടെത്തിയ സാധനങ്ങൾ കൃത്യമായി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഡ്രഡ്ജറിലേക്ക് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനെയും അഞ്ജുവിനെയും ട്രക്കുടമ മനാഫ് ഉൾപ്പെടെയുള്ള ആളുകളെയും എത്തിച്ചിരുന്നു. സാധനങ്ങളെല്ലാം തന്നെ ഇവർക്ക് പരിശോധിക്കാൻ അവസരം നൽകി. ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായും പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ അധികൃതർ ഇവർക്ക് വിശദീകരിച്ച് നൽകി. ഏത് രീതിയിലാണ് പരിശോധന നടത്താൻ പോകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ പ്രധാനമായും CP4 കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യമായാലും ട്രക്ക് കണ്ടെത്തുന്നത് വരെ പരിശോധന തുടരാനാണ് തീരുമാനമെന്നാണ് കാർവാർ MLA സതീഷ് സെയിൽ അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാലാവസ്ഥ പ്രതികൂലമെങ്കിലും തെരച്ചിൽ തുടരും എന്നുള്ളത് ആശ്വാസം നൽകുന്ന വാർത്തയാണ്.